തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലേക്കാണ് വരുന്നത്. ആ തട്ടിപ്പിന് ഇരയായ ഒരാൾ കൂടി മരിച്ചിരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ കിട്ടാതെ വയോധികൻ മരിച്ചു. ശ്രീ സുരേഷ്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കരുവന്നൂരിൽ ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ ഒരു വയോധികൻ മരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പൗലോസ് എന്ന വ്യക്തിയാണ് അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്നത്. കുടുംബം നിരവധി തവണ ബാങ്കിൽ കയറിയിറങ്ങി. 4.5 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് പൗലോസിന് ബാങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ 20,000 രൂപ മാത്രമാണ് ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് കുടുംബത്തിന് നൽകിയത്. അതുകൊണ്ട് തന്നെ ചികിത്സ മുടങ്ങി അദ്ദേഹം മരിച്ച ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സ്ഥിതിയെ വിലയിരുത്തുന്നത്? മേഡം, ഇത് എന്റെ സുഹൃത്തും അയൽവാസിയാണ് ഈ പൗലോസ് എന്ന് പറഞ്ഞ പൈലി എന്ന് പറഞ്ഞ ചേട്ടൻ. ആള് നിരന്തരം ആള് ഏകദേശം വയ്യാണ്ട് കിടന്നിട്ട് ആക്സിഡന്റ് പറ്റിയാണ്. വയ്യാതെ കിടന്നിട്ട് 6 മാസം അധികമായിട്ടുണ്ട്. നിരവധി തവണ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഭാര്യയും ബാങ്കായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് ഇപ്പോഴും ഭരിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. കടുത്ത അനാസ്ഥയാണ് CPM-കാര് നിക്ഷേപകരോട് ഇപ്പോഴും വെച്ചു. ശത്രുത മനോഭാവത്തോടു കൂടിയാണ് നിക്ഷേപകരോട് ഇപ്പോഴും പെരുമാറി വരുന്നത്. ഈ കൺസോർഷ്യം അവർ ഗവൺമെന്റ് പ്രഖ്യാപിച്ച കൺസോർഷ്യം അവർ നടപ്പാക്കിയിട്ടില്ല. മന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ്. പിന്നെ ED പിടിച്ചെടുത്ത ആ ഡോക്യുമെന്റ് തിരിച്ചു വാങ്ങാനുള്ള തയ്യാറായിട്ടില്ല. അപ്പൊ ഒരു കാരണവശാലും നിക്ഷേപകരെ ഈ ബുദ്ധിമുട്ട് തീർക്കാനായിട്ട് ഇപ്പോഴും ഭരിക്കുന്ന CPM അല്ലെങ്കിൽ ഗവൺമെന്റോ തയ്യാറായിട്ടില്ല. അതിന്റെ ഒരു ദുരന്തമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ BJP ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇന്നും വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ശ്രീ സുരേഷ്, അതുപോലെ 3 ആഴ്ച മുമ്പാണ് 2ാം ഘട്ട കുറ്റപത്രം ED സമർപ്പിച്ചത്. അതിൽ MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ എന്നിവരൊക്കെ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്തു. ഈ പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചു. ഇവരുടെ സ്വത്ത് വിറ്റ് ഈ നിക്ഷേപകർക്ക് പണം നൽകണം എന്നതായിരുന്നു ED മുന്നോട്ട് വെച്ച ഒരാവശ്യം. അത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? ഇതുപോലെ പൗലോസിനെ പോലെ എത്രയോ ഹതഭാഗ്യർ ആ ബാങ്കിൽ ഇനിയും ഉണ്ടാകാം. മേഡം, ഒരു മരണം കൂടി സംഭവിക്കരുതെന്നുള്ളതിൽ ഞങ്ങൾ അന്ന് ഫിലോമിന ഒരു ചേച്ചി മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ബാങ്കിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയാണ്. അപ്പൊ അന്ന് ഞങ്ങൾ വാണിംഗ് കൊടുത്ത് മുൻകരുതൽ എടുക്കണം. പക്ഷെ ഇവര് ഒരു സർക്കാരായാലും ബാങ്ക് ആയാലും ഈ വൻ തുക എടുത്ത ആൾക്കാരെ വീട്ടിൽ പോകുന്നില്ല. അവർക്ക് CPM-ന്റെ അനുഭാവികളാണ്. അതുകൊണ്ട് മാത്രം അവരെ ഒഴിവാക്കിക്കൊണ്ട് കുടി ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ അത് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എടുത്ത പണം എല്ലാം തിരിച്ചടയ്ക്കണം. ഈ ഒരു കാരണവശാലും ഒരു ആൾക്കാർ കുടി ഒഴിപ്പിച്ചിട്ട് വീണ്ടും ഒരു ആത്മഹത്യക്ക് അവിടെ വഴിവെക്കരുത്, മരണം സംഭവിക്കരുത് വാണിംഗ് ആൾ കൊടുത്തിട്ടുണ്ട്. ഒരു കടുത്ത അനാസ്ഥയാണ് ഇപ്പോഴും ബാങ്ക് അധികൃതരും സർക്കാരും ഈ കരുവിന്റെ വിഷയത്തിൽ ഇപ്പോഴും അവലംബിച്ചു പോരുന്നത്. ED ഒരു ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അവർ പിടിച്ചെടുത്തത് ഇവർക്ക് ടേക്ക് ഓവർ ചെയ്യാണ്ട് പത്രസമ്മേളനത്തിൽ പോലും EDക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഈ കരുവിനൊരു ബാങ്ക് എടുക്കില്ല എന്നൊരു തുറന്ന് കാണിക്കുന്ന സ്ഥിതി എത്തിച്ചേർന്നുണ്ട്. അപ്പൊ CPM ആയാലും സർക്കാരായാലും ഈ കരുവന്നൂര് ബാങ്ക് വിഷയത്തില് കടുത്ത ജനദ്രോഹമായ കുറ്റകരമായ അനാസ്ഥയാണ് ഇവിടുത്തെ പൊതുസമൂഹത്തോട് വെച്ചു പുലർത്തുന്നത്. അത് ശക്തിയായ പ്രതിഷേധം പരാതിക്കാരായ എനിക്കുണ്ട്. ഒപ്പം ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി BJPക്കും ഇത് പ്രതിഷേധമുണ്ട്. അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബാങ്കിന്റെ മുന്നിൽ ഒരു ധർണ ശവപ്പെട്ടി വെച്ചുകൊണ്ട് ഒരു പ്രതികാരാത്മക സമരം നടത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റായ AR ശ്രീകുമാറിന്റെ നിർദ്ദേശപ്രകാരം സമരം നടത്തിയത്. KP ഉണ്ണികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഈ സമരത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഈ കുടുംബാംഗങ്ങളായിട്ട് ബന്ധപ്പെട്ടു അവര് ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ BJP പ്രവർത്തകരും നേതാക്കളും ഇടപെട്ട് ചെയ്തു വരുന്നു. ഓക്കെ സുരേഷ്, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ BJP തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. കൃപേഷ്, ഒരു ദാരുണമായ ഒരു മരണം കൂടി ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ്. ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ വയോധികൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഈ സ്ഥിതിവിശേഷത്തെ BJP കാണുന്നത്? നമസ്കാരം. ഇന്നലെ രാത്രി വീണ്ടും കരുവന്നൂരിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ചികിത്സയ്ക്ക് പണം കൊടുക്കാതെ കരുവന്നൂരിൽ ഒരു കൂടി മരണപ്പെട്ടു. ഇന്ന് രാത്രി രാവിലെ ചെയ്തു. ഞാൻ നേരിട്ട് രാവിലെ ആ വീട്ടിൽ പോയിരുന്നു ഇതിന്റെ അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോൾ അവരുടെ പാസ്ബുക്ക് അവരെടുത്ത് കാണിച്ചു. അപ്പോൾ 6 ലക്ഷം രൂപയോളം അവർക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഈ 6 ലക്ഷം രൂപയിൽ നിന്ന് പലപ്പോഴായിട്ട് അവർക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. ഇനിയും 2.5 ലക്ഷത്തിലേറെ കിട്ടാനുണ്ട്. ഇദ്ദേഹം ഒരു സൈക്കിളിൽ നിന്ന് വീണ് ഇദ്ദേഹത്തിന്റെ പട്ടി കുറുകെ ചാടിയിട്ട് സൈക്കിളിൽ നിന്ന് ചികിത്സയിലായിരുന്നു.
1.5 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് ചികിത്സ ആവശ്യമായിട്ട് വന്നിരുന്നു. നേഴ്സിനെ നിർത്തിയിരുന്നു. ഇദ്ദേഹത്തിന് മക്കളില്ല. അപ്പൊ പലവട്ടം ഈ മുഴുവൻ തുകയും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വെറോണിക്ക കരുവന്നൂർ ബാങ്കിൽ സ്ഥിരമായി പോയിരുന്നു. അപ്പോഴൊക്കെ അവർ പറയാറുള്ളത് ബില്ല് കൊണ്ടുവരൂ, ഡോക്ടറെ ചീട്ട് കൊണ്ടുവരൂ, അതിന്റെ മറ്റു ബില്ലുകൾ ഹാജരാക്കൂ എന്ന് പറഞ്ഞിട്ട് അപേക്ഷകൾ നിരവധി അവർ കൊടുത്തു. പക്ഷെ സാധാരണ പലപ്പോഴും എനിക്ക് തോന്നുന്നു കൃപേഷ്, അവിടെയാണ് അങ്ങേയറ്റത്തെ വിരോധാഭാസവും കൃത്യവിലോപവും എന്ന് പറയുന്നത്. ഒരു ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകന് പണം തിരികെ ലഭിക്കണമെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും മരുന്നും കുറിപ്പടിയും ഒക്കെ കാണിക്കണം എന്ന് പറയുന്നത് എന്ത് അനാസ്ഥയാണ് ഇപ്പോഴും കരുവന്നൂർ ബാങ്കിൽ നടക്കുന്നത് എന്നതല്ലേ? ഈ അനാസ്ഥ തുടരുന്നു എന്നല്ലേ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇത് സ്ഥിരമായിട്ട് ബാങ്കിൽ ചെയ്തിട്ട് അവർക്ക് അവശ്യഘട്ടത്തിൽ ഓക്കെ കൃപേഷ്, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് ഒരു രക്തസാക്ഷി കൂടി ഉണ്ടായിരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ കിട്ടിയില്ല, വയോധികൻ മരിച്ച ഒരു സാഹചര്യമാണ് ജനം TV ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.